ഇത് നമ്മൾ സ്റ്റേ ചെയ്ത കോട്ടേജിൽ നിന്ന് രാവിലെ പുറത്തേക്ക് ഇറങ്ങിയുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. സൺറൈസ് ഒക്കെ ഇങ്ങനെ ഉദിച്ച് വന്നിട്ടുണ്ട്. സൂര്യനൊക്കെ അത്യാവശ്യം മുങ്ങിയിട്ടുണ്ട്. സമയം ഒരു 7 മണി 7:15 ആയേ ഉള്ളൂ കേട്ടോ. രാത്രിയിൽ ഒരു 10 ആയിരുന്നു ടെമ്പറേച്ചർ. അപ്പോൾ രാവിലെയൊക്കെ ആയപ്പോൾ സെയിം ടെമ്പറേച്ചറൊക്കെ ഉണ്ടായിരുന്നു. ഈ സൺലൈറ്റും കൂടെ വന്നു കഴിയുമ്പോൾ നല്ല സുഖം കേട്ടോ. ടെമ്പറേച്ചറിൻ്റെ കൂടെ ഒരു ചൂടും കൂടെ ഒക്കെ വന്നു കഴിയുമ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ. അപ്പോൾ രാവിലെ നല്ല ലൈറ്റിങ്ങാണ്. നോക്കി, ആ ഒരു സൺലൈറ്റും ഒക്കെ അടിച്ച് നാച്ചർ ഫുള്ള് വേറൊരു തീമിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഒരു യെല്ലോയിഷ് കളറിലേക്ക് മാറിയിട്ടുണ്ട് ഫുള്ള്. അപ്പം നമ്മൾ രാവിലെ എണീറ്റ് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഇതിലെ നിന്ന് നടന്ന് വെയിലൊക്കെ കൊണ്ട് കുറച്ച് വൈറ്റമിൻ ഡി ഒക്കെ അടിച്ച് കയറ്റി നമ്മൾ ചെറിയൊരു ട്രക്കിങ്ങിന് പോവുക. ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കണ്ടുവച്ച ഒരു വഴി കൂടെ ഇങ്ങനെ നടന്ന് രാവിലെ മോർണിംഗ് ആണല്ലോ, മോർണിംഗ് ഈ തണുപ്പും ഈ സൺലൈറ്റും ഒക്കെ അടിച്ച് ഇങ്ങനെ ഒരു ട്രക്കിംഗ് ഒക്കെ പോകാനായിട്ട് നല്ല വൈബാണോ. അത് അങ്ങനെ പോയിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല തണുപ്പുള്ളടുത്ത് ഈ സൂര്യപ്രകാശം നമ്മളെ ടച്ച് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു ഫീലിംഗ് ആണ്. അപ്പോൾ സമയം ഒരു 7:30 ആവുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര വലിയ ഒരു ലൈറ്റൊന്നുമില്ല, പക്ഷെ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള രീതിയിലാണ് സൺലൈറ്റും ഇരുട്ടും ഒക്കെ വന്നേക്കുന്നത് കേട്ടോ. ഇവിടെ ആ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ കൂടെ കിടക്കുന്ന ആ വഴി കൂടെയാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഈ ഒരു KFDCയുടെ കോട്ടേജ് അല്ലാതെ തന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് പ്രൈവറ്റ് റിസോർട്ടുകളുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കുറച്ചും കൂടെ മേളിലാണ്. അപ്പം നമ്മൾ ജസ്റ്റ് അവിടെയൊക്കെ പോയി രാവിലത്തെ ഒരു ഇതൊക്കെ കാണാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു റിസോർട്ടിൻ്റെ അവിടുത്തെ മെയിൻ ഗേറ്റ് തന്നെ. ഇതൊക്കെ ഒരു പ്രൈവറ്റ് റോഡാണ് കേട്ടോ. അപ്പോൾ KFDCയുടെ തന്നെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ കണക്ട് ചെയ്ത് പോയേക്കുന്നത് ഒരു പബ്ലിക് റോഡാണ്. നമ്മൾ അവിടെ നിന്ന് ട്രക്ക് ചെയ്ത് കുറച്ച് മുകളിലേക്ക് കയറുമ്പോൾ തന്നെയാണ് കേട്ടോ കപ്പിത്താൻ്റെ എന്ന് പറഞ്ഞിട്ട് വേറെ റിസോർട്ടിൻ്റെ ബോർഡ് അവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് ഇതുപോലത്തെ ഫ്രൂട്ടുകളും ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ അന്യ കളറാണ്. ഇവിടെ ഈ നല്ല ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന പൂവുകൾക്കും ഒക്കെ ഭയങ്കര കളറായിരിക്കും കേട്ടോ. വെറൈറ്റി ഓഫ് ഫ്രൂട്ടുകളും ഒക്കെ ഈ നമ്മൾ ഈ നടന്നു പോണതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വേറെ റിസോർട്ടിൻ്റെ പ്രോപ്പർട്ടിയുടെ റൂട്ടാണ് കേട്ടോ. ഇപ്പം നമ്മൾ അവിടെ നിന്ന് നമ്മുടെ റിസോർട്ടിൻ്റെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ കുറച്ച് മുകളിലേക്ക് ഹില്ല് തന്നെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ മുകളിലായിട്ട് തന്നെ വേറെ റിസോർട്ടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നല്ലൊരു ഫീലാട്ടോ. അതിങ്ങനെ രാവിലെ ട്രക്കിങ് പോയിട്ടുള്ളവർക്ക് അറിയാം. അതായത് നൈറ്റ് ഫുള്ള് തണുപ്പത്തൊക്കെ ഇരുന്ന് രാവിലെ സൺലൈറ്റ്, ഒരു ചെറിയ സൺലൈറ്റ് ഒക്കെ കിട്ടി ആ ഒരു ചെറിയ ചൂടിൽ ആ തണുപ്പത്തൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ലൊരു വൈബാണ്. നമുക്ക് വേഗം മടുപ്പോ ഫീലൊന്നും പറ്റത്തില്ല. കണ്ടോ, നമ്മളിപ്പോൾ കയറുന്നത് നോക്കി നല്ല അത്യാവശ്യം നല്ല ഹൈറ്റിലേക്കാണ് കയറുന്നത്. അപ്പോൾ നമ്മൾ കയറി കണ്ടോ, ഇത് കപ്പിത്താൻ എന്ന് പറയുന്ന ഒരു റിസോർട്ടാണ്. അപ്പോൾ അതിൻ്റെ അവിടെ എത്തി നമ്മുടെ താഴെ ബോർഡ് കണ്ടില്ല, ആ സെയിം റിസോർട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കയറി എത്തി കേട്ടോ. ആക്ച്വലി ഞങ്ങൾ ഈ ഒരു റിസോർട്ടിൽ ഞങ്ങൾ നേരത്തെ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ താഴത്തെ KFDCൻ്റെ ആ ഒരു കോട്ടേജ് ബുക്ക് ചെയ്തപ്പോൾ നമുക്ക് ഈ കപ്പിത്താൻ്റെ അടുത്താണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആണ് ഈ കപ്പിത്താനാണ് ഇതിൻ്റെ അടുത്തുള്ളതെന്ന് നമുക്ക് മനസ്സിലായ കേട്ടോ. നമ്മൾ ആ കപ്പിത്താനിൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിന്നും കുറച്ച് വ്യൂ ഒക്കെ കണ്ട് നമ്മൾ പിന്നെയും കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ കയറുവാണ്. മുകളിലേക്ക് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ടാർ ചെയ്ത റോഡ് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു പട്ടി നമ്മുടെ കൂടെ ആ ഒരു കപ്പിത്താൻ്റെ അവിടെ നിന്ന് നമ്മുടെ കൂടെ കൂടിയതാണ് കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം നമ്മുടെ ഒരു വഴികാട്ടിയായിട്ട് അവൻ അങ്ങനെ പോകണുണ്ട് കേട്ടോ. അപ്പോൾ അവനെയും കൂട്ടി നമ്മൾ വീണ്ടും മലയുടെ മുകളിലേക്ക് കയറുവാണ്. ഇത് ഇവിടെ നോക്കി, ഇവിടെയും ഇതേ വേറൊരു റിസോർട്ടാണ് ഈ കാണുന്നത്. അതും ആ കപ്പിത്താൻ്റെ ഒക്കെ മുകളിലാട്ടോ. കുറച്ചും കൂടെ മല കയറുമ്പോഴാണ് ഈ ഒരു റിസോർട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. കൊണ്ടിക്കാമെന്നാണ്. അപ്പോൾ അതിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്താലും മതി. ഓൺലൈനിൽ വേണമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അവിടെയൊക്കെ നിന്നിട്ട് നമ്മളിങ്ങനെ ഫുള്ള് ചുറ്റോട് ഇങ്ങനെ നോക്കുവാണെങ്കിൽ തന്നെ ഫുള്ള് മലനിരകളാണ്. ആ മലനിരയുടെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ കാടുകളും അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ റിസോർട്ടിൻ്റെതായിട്ടുള്ള ഗാർഡനും റിസോർട്ടിൻ്റെ പ്രോപ്പർട്ടിയിൽ അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള രീതിയിൽ അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ടെൻ്റ് അടിക്കാനൊക്കെ ആയിട്ടുള്ള ഒരുപാട് സ്പേസുകളും ഒക്കെ ആ റിസോർട്ടിൻ്റെ ആ പ്രോപ്പർട്ടിയിൽ ഉണ്ട്. പിന്നെ ഇതുണ്ട്, സണ്ണ് നോക്കി, സണ്ണ് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. തന്നെ അതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളും എല്ലാം മാറി. പ്രകൃതിയുടെ സ്കൈയുടെ ഒക്കെ കളർ നോക്കി നല്ല അടിപൊളി ബ്ലൂ ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ആ മലയുടെയൊക്കെ ആ ഒരു കളർ കണ്ടോ, ഒരു ഇളം പച്ചപ്പും. പിന്നെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വെയിൽ അടിക്കുന്നില്ല കേട്ടോ, ഇങ്ങനെ ഷാഡോ ആയിട്ടൊക്കെ വന്നിരിക്കുവാണ്. അപ്പുറത്തുനിന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് വെയിലടിക്കുന്നത് കേട്ടോ. അപ്പം ഇതോടൊപ്പം തന്നെ അത്യാവശ്യം തണുപ്പും ഉണ്ട് കേട്ടോ. ഇവിടെ ഒട്ടും കാറ്റൊന്നും വീശുന്നില്ല കേട്ടോ. ആ ഒരു തണുപ്പിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു സൺലൈറ്റും കൂടെ വന്നു കഴിയുമ്പോഴത്തേന് നല്ലൊരു വൈബാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ സമയം ഏകദേശം ഒരു 8:30 8:45 ആയിട്ടുണ്ട്. ആ ഒരു ടൈം ആയപ്പോൾ തന്നെ സൺ ഇത്ര പൊങ്ങി കേട്ടോ. പിന്നെ നമ്മുടെ ആ ഒരു മലയുടെ ഓപ്പോസിറ്റ് സൈഡൊക്കെ നോക്കി അവിടെ
ചെറിയ രീതിയിൽ ഇങ്ങനെ ക്ലൗഡ് ബെഡ് പോലെ ഇങ്ങനെ മേഘങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയി രാവിലത്തെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ കോട്ടേജിൽ വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ആ കോട്ടേജ് വന്നിരുന്നത്. ഈ കോട്ടേജിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വന്ന കോട്ടേജുകളും ടെൻറ്റ് സ്റ്റേകളും കേട്ടോ. അപ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി പ്രൈവറ്റ് റിസോർട്ടിനേക്കാളും ഒക്കെ റേറ്റ് കുറവാണ്. അപ്പോൾ ഇത് ബുക്ക് ചെയ്യണമെങ്കിൽ ഓൺലൈനായിട്ട് KFDCയുടെ സൈറ്റിൽ കയറിയിട്ട് ബുക്ക് ചെയ്താൽ മതി കേട്ടോ. ഇതിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിനകത്തും കൂടെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സൈറ്റിൽ കയറിയിട്ട് ഈ ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു രീതിയിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഡേറ്റിന് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ടും സാധിക്കും കേട്ടോ.